ആചാര്യ IAS അക്കാദമിയുടെ ടോപ്പിക് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ ഇലക്ഷൻ അവസാനിച്ചിരിക്കവേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ വനിതാ പ്രാതിനിധ്യം എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഇത്തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളുടെ എണ്ണം 74 നാരീശക്തി എന്ന വിഷയം ഉയർത്തി കാണിക്കുമ്പോഴും 2019 ലോക്സഭാ ഇലക്ഷനെ അപേക്ഷിച്ച് എണ്ണത്തിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. 1952 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വലിയ മുന്നേറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. 52 പേരുടെ വർധനവാണ് 2024 എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. 4.41% നിന്നും 13.63%. 2019 ഇത് ഏറ്റവും ഉയർച്ചയിലെത്തിയത്. എന്നിരുന്നാലും വളർച്ചയുടെ സ്പീഡ് വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. 10% ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച സ്ത്രീകൾ. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റ പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പഞ്ചായത്ത് രാജ് ഇലക്ഷനിൽ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും 50%-ൽ കൂടുതൽ പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് വളരെ താഴേക്ക് പോകുന്നത് ആശങ്കയുളവാക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പരിശോധിച്ചാലും വോട്ടേഴ്സ് ടേൺഔട്ടിൽ വനിതകൾ മുൻപന്തിയിൽ തന്നെയാണ്. 1996 മുതൽ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുക എന്ന ആശയം പരാജയപ്പെട്ടു പോയെങ്കിലും 2023 106ാമത്തെ അമെൻമെന്റിലൂടെ ഇത് യാഥാർത്ഥ്യമായി. എങ്കിലും 2029 വരെ ഇത് പ്രാബല്യത്തിൽ വരാനായി കാത്തിരിക്കേണ്ടതുണ്ട്. ജെൻഡർ ഗ്യാപ്പ് പരിഹരിച്ച് രാഷ്ട്രീയ പൊതുമേഖലകളിലേക്ക് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണോ വുമൺ റിസർവേഷൻ ആക്ട്? ഒരു സാമൂഹ്യ ചുവടുമാറ്റത്തിലേക്ക് വഴിതെളിക്കുന്ന ഒന്നാകുമോ ഈ ആക്ട്? ആസ്പിരൻസ് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുക. ബി വിത്ത് യുവർ ഡ്രീം, ബി വിത്ത് ആചാര്യ.